അല്ല, എന്ത് സമ്മർദ്ദം വന്നിരിക്കുന്നത്? ഇവിടെ മലപ്പുറം ജില്ല തന്നെ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ? ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയുണ്ടോ? അന്ന് അതിനെതിരായിട്ട് ഏറ്റവും ശക്തിമത്ത സമരം നടത്തിയല്ലോ കോൺഗ്രസ് ഉൾപ്പെടെ. ജില്ല വരുന്നതിന് മലപ്പുറം ജില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകടനവും സമ്മേളനവും അതുപോലെ തന്നെ ജാതിയും നടത്തിയവരാണ് കോൺഗ്രസ് ഉൾപ്പെടെ. അപ്പോൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് മലപ്പുറം ജില്ല വന്നത്. മലപ്പുറം ജില്ല വന്നത് മാത്രമല്ല, 57 ഗവൺമെൻറ് വന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റം വരുത്തിയത്. അതുവരെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാർ അറിയുണ്ടാവും. പോലീസ് വെരിഫിക്കേഷൻ. ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസ് കയറിയാൽ ഉടനെ ഒരു ചിറ്റ് വരും മണ്ഡലം പ്രസിഡൻറ്റിന്, ഇന്നയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ, അപ്പോൾ ഇവർ ചൈനക്കാരനാണ് എന്നുകൊണ്ട് മറുപടി ആയിരിക്കും. അതോടുകൂടി അവനെ ജോലി പോയി. അങ്ങനെ ആയിരക്കണക്കിന് ആൾ ജോലി പോയിട്ടുണ്ട് വേണ്ടത്തിൽ. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ വെരിഫിക്കേഷൻ അവസാനിപ്പിച്ചത് VMSൻ്റെ ഗവൺമെൻറ് അല്ലേ 57-ലും. പിന്നെ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എന്തെല്ലാം കൊല്ലാപ്പുകളായിരുന്നു, അതെല്ലാം മാറ്റിയില്ലേ? എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ചെയ്തത്. കേരളത്തിൽ മുസ്ലിമിന് അനുകൂലമായ, ന്യൂനപക്ഷത്തിന് അനുകൂലമായ പ്രത്യേക പരിഗണന നൽകണം എന്ന് തീരുമാനിക്കുന്നൊരു പാർട്ടിയാണ് CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുകൂല്യമെല്ലാം അവർക്ക് കിട്ടിയത്, നൽകിയിട്ടുണ്ട്. ഇനിയും നൽകുന്ന കാര്യം സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക.